2016 വിട പറഞ്ഞ് ന്യൂസിലൻഡിൽ പുതുവർഷം പിറന്നു. ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ 2017 വരവേറ്റത് വിപുലമായ ആഘോഷത്തോടെയാണ്. ലോകമെമ്പാടും പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തും വിവിധയിടങ്ങളിൽ നിയന്ത്രണങ്ങളോടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസിലൻഡിന് സമീപമുള്ള സമോവ ദ്വീപിലാണ് പുതുവർഷം ആദ്യമായി എത്തിയത്. അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് 4:32. ലോകത്തിൽ ആദ്യം പുതുവർഷം എത്തുന്നതും ന്യൂസിലൻഡിലാണ്. ഓക്ലാൻഡിലെ സ്കൈ ടവറിൽ കരിമരുന്നിൽ തീർത്ത ആകാശവിസ്മയത്തോടെ ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റു. ആകാശവിസ്മയം കാണാൻ പതിനായിരങ്ങളാണ് സ്കൈ ടവർ പരിസരത്ത് തടിച്ചുകൂടിയത്. വർണ്ണാഭമായ പാതയോരങ്ങളിൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നും ആടിയും പാടിയും ജനങ്ങൾ പുതുവർഷാരംഭം ആഘോഷമാക്കി. വൈവിധ്യമാർന്ന തീൻവിഭവങ്ങളും ഡാൻസ് പാർട്ടികളുമാണ് അതിൽ പ്രധാനം. ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിട നൽകിയും സന്തോഷങ്ങളും നന്മകളും ആശംസിച്ചും പ്രതീക്ഷയോടുള്ള ഒരു കാൽവയ്പ്. 24 മണിക്കൂറോളം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ സമാജ്വാദി പാർട്ടിയിൽ സമവായം. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ അഖിലേഷ് യാദവിനെയും രാംഗോപാൽ യാദവിനെയും തിരിച്ചെടുത്തു. ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ തരത്തിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമെന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളിലാണ് വെടിനിർത്തലിലേക്ക് നയിച്ചത്. പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയം നേടുമെന്നും സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ SP തലവൻ മുലായം സിംഗ് യാദവ് മന്ത്രിയുമായ അഖിലേഷ് യാദവിനെയും സഹോദരനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ രാംഗോപാൽ യാദവിനെയും 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. പിന്നീടുണ്ടായത് ഇരു ക്യാമ്പുകളിലും നിർണായക കൂടിയാലോചനകളും മാരത്തോൺ ചർച്ചകളും. രാവിലെ സ്വവസതിയിൽ അഖിലേഷ് യാദവ് MLA-മാരുടെ യോഗം വിളിച്ചു. യോഗത്തിൽ പങ്കെടുത്താൽ നടപടിയുണ്ടാകുമെന്ന സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവിന്റെ ഭീഷണി വകവയ്ക്കാതെ 229 MLA-മാരിൽ 195 പേരും യോഗത്തിനെത്തി. MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച അഖിലേഷ് യാദവ് തിരഞ്ഞെടുപ്പ് വിജയിക്കുമെന്നും വിജയം പിതാവിന് സമ്മാനിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതിനിടെ രാവിലെ തന്നെ ലക്നൌവിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയ മുലായം സിംഗ് യാദവ് അസം ഖാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. പിളർപ്പ് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് എല്ലാവരും മുന്നോട്ട് വച്ചത്. തുടർന്ന് മുലായം സിംഗ് യാദവ് അഖിലേഷും ശിവ്പാൽ യാദവുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. തൊട്ടുപിന്നാലെ അഖിലേഷിനെയും രാംഗോപാൽ യാദവിനെയും തിരിച്ചെടുത്തതായി സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് പ്രഖ്യാപിച്ചു. അഖിലേഷും ശിവ്പാൽ യാദവും സ്വന്തം നിലയിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികകൾ അസാധുവാക്കി ചർച്ചകൾക്ക് ശേഷം പുതിയ പട്ടിക തയ്യാറാക്കാം എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് താൽക്കാലിക മഞ്ഞുരുകലിൽ എത്തിച്ചത്. എന്നാൽ അമർ സിംഗിനെ പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ അഖിലേഷും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് സൂചന. യാദവ രാഷ്ട്രീയത്തിലെ മൂപ്പിളമ പോരിൽ ഇത് ആദ്യത്തെ വെടിനിർത്തലല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിന് എത്ര കാലത്തെ ആയുസ്സുണ്ടാകുമെന്നത് കണ്ടറിയണം. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദളിത് യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചു. യുവതിയെയും കുഞ്ഞിനെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് സംഭവത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അതേസമയം വേദന വന്നത് യുവതി അറിയിച്ചില്ലെന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞു. മഞ്ചേരി സ്വദേശിനിയായ ദളിത് യുവതിയാണ് ആശുപത്രിയിലെ ക്ലോസറ്റിൽ പ്രസവിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് യുവതിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നത്. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കാനെത്തിയ നഴ്സിനോട് പറഞ്ഞാണ് യുവതി ബാത്റൂമിലേക്ക് കയറിയത്. തുടർന്ന് പ്രസവവും നടന്നു. അനക്ക് മിടിപ്പില്ലെന്ന് പറഞ്ഞിട്ട് മൂത്രമൊഴിച്ച് വരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മയും വല്യമ്മയും കുട്ടീനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മൂത്രം ഇരിക്കാൻ ഇരുന്നിട്ടില്ല. ആ വല്യമ്മയോട് പറഞ്ഞ് വേദന ഉണ്ടെന്ന് പറഞ്ഞതോട് കൂടി കുട്ടി ക്ലോസറ്റിലേക്ക് വീഴാനുണ്ടായത്. അമ്മയും വല്യമ്മ അവിടെ ബോധം കെട്ട് വീണു. അപ്പോൾ ഡ്യൂട്ടിയിൽ ഡോക്ടർമാരില്ല, കുട്ടീനെ നോക്കുന്ന ഡോക്ടറും ഇല്ല, ലീവിലായിരുന്നു. പിന്നെ ഒരു നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്നാ കുട്ടി പറയുന്നത്. എന്നാൽ യുവതിയെ സഹായിക്കാനോ നിരീക്ഷിക്കാനോ ജീവനക്കാർ തയ്യാറായില്ല. കരച്ചിൽ കേട്ടെത്തിയ യുവതിയുടെ അമ്മയാണ് കുഞ്ഞിനെ പുറത്തേക്കെടുത്തത്. അമ്മയും കുഞ്ഞും ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നോട്ട് നിരോധനം 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം 7:30 രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സാമ്പത്തിക ഉത്തേജക പരിപാടികൾ ഉണ്ടായേക്കും. അതേസമയം ATMകളിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാവുന്ന തുക 4500 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകുന്ന ഇത്. എന്നാൽ ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുക 24,000 രൂപയിൽ മാറ്റമില്ല. എല്ലാ കണ്ണുകളും പ്രധാനമന്ത്രിയിലേക്ക്. തകർന്നടിഞ്ഞ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ ഉണ്ടാകുമോ? കർഷകരും ചെറുകിട കച്ചവടക്കാരും ഇനി എന്തു ചെയ്യും? ഇന്ന് രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കാണ്
ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. പ്രശ്നങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോടെ പരിഹരിക്കപ്പെടുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനകീയ പ്രശ്നം പരിഹരിക്കാൻ എളുപ്പത്തിൽ പ്രധാനമന്ത്രിക്ക് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. ദുരിതം തീരാൻ നരേന്ദ്രമോദി ആവശ്യപ്പെട്ട സമയം ഇന്നലെ കഴിഞ്ഞു. നാളെ മുതൽ ജീവനക്കാർക്ക് ശമ്പള ദിനമാണ്. പ്രതിസന്ധിയാകട്ടെ തീർന്നിട്ടുമില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളാണ് രാജ്യം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ്, കർഷകർക്ക് ആനുകൂല്യങ്ങൾ തുടങ്ങിയ പദ്ധതികൾ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് BJP വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേസമയം ഡിസംബർ 30 വരെ നോട്ട് പിൻവലിക്കാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ റിസർവ് ബാങ്ക് ഭാഗിക ഇളവ് വരുത്തി. ജനുവരി 1 മുതൽ ATM-ൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 2500-ൽ നിന്നും 4500-ആയി ഉയർത്തി. ആഴ്ചയിൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയിലോ മറ്റു നിയന്ത്രണങ്ങളിലോ മാറ്റം വരുത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ടുകൾ വിദേശത്തച്ചടിക്കാൻ നൽകിയത് വഴി വൻ അഴിമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉമ്മൻചാണ്ടി. പാർലമെന്റ് സമിതിയുടെ എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര നീക്കം. ആഭ്യന്തര മന്ത്രാലയം കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഡിലാർ-യു എന്ന കമ്പനിക്കാണ് അച്ചടിക്കരാർ നൽകിയത്. ഈ കമ്പനിയും മോദിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഡിലാർ-യു എന്ന ബ്രിട്ടീഷ് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഡിലാർ-യു കമ്പനിയുമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളോട് വിശദീകരിക്കണം. നോട്ട് പ്രതിസന്ധി 50 ദിവസം പിന്നിട്ടിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ജനങ്ങൾ കലാപത്തിലേക്ക് പോകുന്ന അവസ്ഥയെയാണ് മോദി വിളിച്ചു വരുത്തിയത്. ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുകയാണെന്നും സുധീരൻ തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ATM-ൽ നിന്നും പിൻവലിക്കുന്ന പണത്തിന്റെ തോതിൽ ചില വ്യത്യാസം വന്നതല്ലാതെ ഇത്ര നിരുത്തരവാദപരമായി ഒരു രാജ്യത്തിന്റെ ഭരണം, ഒരു രാഷ്ട്രത്തിന്റെ ഭരണം ഇതുപോലെ കൈകാര്യം ചെയ്തൊരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ജനദ്രോഹപരമായ, ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ വെല്ലുവിളിക്കുന്ന നരേന്ദ്രമോദി പമ്പര വിഡ്ഢിത്തം ചെയ്തിട്ട് വീണ്ടും ജനങ്ങളെ അനുദിനം വിഡ്ഢികളാക്കി മാറ്റുന്ന പ്രഖ്യാപനങ്ങളുടെ പരമ്പരകളുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രക്ഷോഭം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സന്ദർഭമാണ് ഇതിലുള്ള കാര്യത്തിൽ. അർഹരായ മുഴുവൻ പേർക്കും പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. അനർഹരെ കണ്ടെത്താനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ്. പെൻഷൻ മുടങ്ങിയവർക്ക് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ നൽകും. പെൻഷൻ ലഭിക്കാത്തവർ തിരിച്ചറിയൽ രേഖയും സത്യവാങ്മൂലവും ഹാജരാക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. 49.5 ലക്ഷം പേര് പെൻഷൻ വാങ്ങുന്നു. ഇതില് ഇരട്ടിപ്പുണ്ട്, അനർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അർഹരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇപ്പോൾ മുന്നിട്ടുണ്ട്. ഇതാകെ പരിശോധിച്ച് അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും പെൻഷൻ നൽകാം. അങ്ങനെ അനർഹതയെ മറ്റും ഒഴിവാക്കുമ്പോൾ ഇന്നത്തേതിനേക്കാൾ പെൻഷൻ ഗണ്യമായിട്ട് ഉയർത്താനും പറ്റും. ഇപ്പം 1000 ആക്കി, ഇനി അതിനേക്കാൾ കൂടുതൽ ഉയർത്താം. ഇന്നത്തുള്ള അരാജക അവസ്ഥ അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പം ഇതിനുള്ള മാനദണ്ഡങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്ത് വളരെ ഉദാരമായിട്ട് എന്താണോ അവകാശപ്പെടുന്നത് അവകാശം അംഗീകരിച്ചുകൊണ്ടാണ് പെൻഷൻ കൊടുത്തത്. 3500 കോടി രൂപ പെൻഷൻ വിതരണം ചെയ്യും. പക്ഷെ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 പെൻഷൻ അർഹത ഉണ്ടാവില്ല. KSRTC-യിൽ ജനുവരിയിലും ശമ്പളവും പെൻഷനും വൈകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ UDF സർക്കാരാണ് KSRTC-യെ തകർത്തതെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളം കൊടുക്കാനുള്ള തുക എപ്രകാരത്തിൽ കണ്ടെത്തണം, ഇപ്പോഴത്തെ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്.
അതിനെക്കുറിച്ച് ഒരു നിഷേധാത്മക നിലപാടിൽ ആരും തന്നെ അതിനെ കാണേണ്ടതില്ല. കാരണം ഞാൻ രാവിലെയും കൂടെ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് KSRTCയെ സർക്കാർ കൈയൊഴിയും എന്ന ഒരു തെറ്റായ സന്ദേശം ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. വാർത്തകളിലേക്ക്. അണ്ണാ DMK പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ശശികല ഏറ്റെടുത്തു. റോയൽപേട്ടയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശശികല പാർട്ടി അമരത്വം ഏറ്റെടുത്തത്. AIADMK 100 വർഷം തമിഴ്നാട് ഭരിക്കുമെന്ന് ശശികല അവകാശപ്പെട്ടു. ഏകപക്ഷീയമായി തന്നെ തിരഞ്ഞെടുത്തതിന് പാർട്ടി പ്രവർത്തകരോട് ശശികല നന്ദിയും അറിയിച്ചു. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ശശികല ജനറൽ സെക്രട്ടറിയായി പദവി ഏറ്റെടുത്തത്. റോയപ്പേട്ടയിലെ MGRന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചതിന് ശേഷമാണ് ശശികല ചടങ്ങിലേക്ക് എത്തിയത്. ജയലളിത നയിച്ച പാതയിലൂടെ പാർട്ടിയെ നയിക്കുമെന്ന് ശശികല പറഞ്ഞു. ജയലളിതയുടെ വിയോഗത്തോടെ തമിഴ്നാട് അനാഥമായെന്നും അവർ പറഞ്ഞു. അടുത്ത 100 വർഷം AIADMK തമിഴ്നാട് ഭരിക്കുമെന്നും തന്റെ ജീവിതം ഇനി തമിഴ് ജനതയ്ക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുകയാണെന്നും ശശികല പറഞ്ഞു. நம்மம்மா எந்த வேகத்தில் இந்த இயக்கத்தை வழிநடத்தினார்களோ அதே வேகத்தோடு எந்த இராணுவ கட்டுப்பாட்டோடு அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்தை நம் அம்மா வைத்திருந்தார்களோ அதில் கடுகளவும் குறையாத அதே கட்டுப்பாட்டோடு உழைக்கும் தொண்டர்களுக்கு உயர்வளித்து அழகு பார்க்க எந்த அளவுகோலை நம் அம்மா கொண்டிருந்தார்களோ அந்த அளவுகோலோடு நம் அம்மா காட்டிய வழியில் இருந்து இம்மி கூட விலகாமல் இந்த இயக்கத்தை கொண்டு செலுத்துவோம். ശശികലയെ ജനറൽ സെക്രട്ടറിയായി അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ കൗൺസിലിൽ പാസാക്കിയിരുന്നു. ശശികലയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാമെന്ന് AIADMK നേതൃത്വം അംഗീകരിക്കുന്ന പ്രമേയമാണ് പാസാക്കിയത്. പാർട്ടിയിൽ ചിന്നമ്മ എന്നാണ് ശശികല നടരാജൻ അറിയപ്പെടുന്നത്. 32 വർഷക്കാലം അമ്മയുടെ തൊഴിലായി പ്രവർത്തിച്ചു എന്നതാണ് ശശികലയുടെ ഗുണമായി AIADMK വാഴ്ത്തുന്നത്. പാർട്ടി അംഗമായി കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമില്ലാത്തവർ ജനറൽ സെക്രട്ടറി ആകരുതെന്നാണ് AIADMKയുടെ ചട്ടം. ഇത് ഭേദഗതി ചെയ്താണ് ശശികലയെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത്. ന്യൂസ് ഡെസ്ക്. പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെ സസ്പെൻഡ് ചെയ്തു. പോലീസ് സഹകരണ സംഘത്തിലെ അഴിമതിയെ തുടർന്നാണ് നടപടി. DCP ശിവവിക്രമാണ് സസ്പെൻഡ് ചെയ്തത്. അഴിമതി വാർത്ത പീപ്പിൾ TV ആണ് പുറത്തു കൊണ്ടുവന്നത്. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 5 മാസം പിന്നിടുമ്പോഴാണ് പോലീസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി GR അജിത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. നേരത്തെ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിനെ ചോദ്യം ചെയ്ത് അജിത്ത് കോടതിയെ സമീപിച്ച് സ്റ്റേ നേടിയിരുന്നു. എന്നാൽ നടന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്നും കാട്ടി സർക്കാർ കോടതിയിൽ നിന്നും സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അജിത്തിനെ സസ്പെൻഡ് ചെയ്യരുതെന്ന് മുൻ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ റെജി ജേക്കബ് റിപ്പോർട്ടും നൽകിയിരുന്നു. ഇത് സർക്കാർ തള്ളി. തുടർന്ന് നീണ്ട ആലോചനകൾക്ക് ശേഷം DCP ശിവവിക്രമാണ് GR അജിത്തിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിട്ടത്. പോലീസ് സഹകരണ സംഘത്തിലെ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. 2015 സെപ്റ്റംബർ 22 ചേർന്ന ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിൽ കൃത്രിമം കാട്ടിയതായി വിജിലൻസ് സഹകരണ സംഘം പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. അന്നേ ദിവസം എടുത്ത 7ാം തീരുമാനവും 10ാം തീരുമാനവും അടങ്ങിയ പേജിന് പകരമായി മറ്റൊരു പേജ് കൂട്ടിച്ചേർത്ത് വ്യാജരേഖ സൃഷ്ടിച്ചതായി പോലീസ് സഹകരണ സംഘം പ്രസിഡന്റും വിജിലൻസ് SIയുമായ M സോമനാഥന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു. സംഘം പ്രസിഡന്റിന്റെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ വിജിലൻസ് SPക്ക് കൈമാറിയിരുന്നു. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഭരണസമിതിക്കെതിരെ പ്രസിഡന്റ് തന്നെ പരാതി നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അന്ന് ഞെട്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. പുതുവത്സരാഘോഷങ്ങൾക്കായി കൊച്ചി ഒരുങ്ങി. കൊച്ചി കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പാപ്പാഞ്ഞി കത്തിക്കൽ കൂടാതെ സ്വകാര്യ ഹോട്ടലുകൾ ഒരുക്കുന്ന ആഘോഷ പരിപാടികളും പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. പോലീസ് ഒരുക്കിയ വൻ സുരക്ഷയുടെ നടുവിലാണ് ഇക്കുറി കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുക. കൊച്ചി കാർണിവലിന്റെ ഭാഗമായി രാത്രി 12-ന് നടക്കുന്ന പപ്പാഞ്ഞി കത്തിക്കലാണ് പ്രധാന ആഘോഷം. ഇതിനായി 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി തയ്യാറായിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളിൽ ആഘോഷങ്ങൾ നടന്ന കടലോരം കടലെടുത്തുപോയതിനാൽ ഇത്തവണ ബാസ്റ്റിൻ ബംഗ്ലാവിനും കൊച്ചിൻ ക്ലബിനും സമീപത്തെ കടലോരത്താണ് പപ്പാഞ്ഞി കത്തിക്കുന്ന ചടങ്ങും മറ്റ് ആഘോഷങ്ങളും നടക്കുക. ഇതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം തുടങ്ങുകയാണ്. ഇന്ന് നാളെ രാവിലെ വരെ ആഘോഷം തന്നെയാണ്. ഇന്ന് രാത്രി ഉറക്കമില്ല. ഒരു വീടല്ല, ഒരു സ്ട്രീറ്റ് അല്ല, ഒരു നാടല്ല, ലോകമെമ്പാടുമുള്ള വിദേശികൾ ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ഒപ്പം വിവിധ ക്ലബ്ബുകളും വൻകിട ഹോട്ടലുകളും പുതുവത്സരാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനുള്ള മുൻകരുതൽ പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം ഒരുക്കി.
ബീച്ചിലും പരിസരങ്ങളിലുമായി 180 നിരീക്ഷണ ക്യാമറകൾ, 3 വാച്ച് ടവറുകൾ, പൂവാല ശല്യം തടയാൻ 50 വനിതാ പോലീസ്, അങ്ങനെ വൻ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വിദേശികൾക്കായി പ്രത്യേക സുരക്ഷയും പ്രത്യേക സ്ഥലവും സജ്ജീകരിച്ചിട്ടുണ്ട്. DCPയുടെ നേതൃത്വത്തിൽ 3 SP-മാർ, 6 CI-മാർ, 40 SI-മാർ ഉൾപ്പെടുന്ന 500 അംഗ സേനയെയാണ് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് മാത്രമായി നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യയിലെ ആദ്യ മാതൃകാ ജൈവ ക്യാമ്പസായി മഹാത്മാഗാന്ധി സർവകലാശാലയെ ഉയർത്താനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായി. ക്യാമ്പസിലെ 5.5 ഏക്കർ സ്ഥലത്ത് നാട്ടുഫലവൃക്ഷങ്ങൾ നട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിളവർദ്ധനവിനായി ജനിതകമാറ്റം വഴിയും അല്ലാതെയും വികസിപ്പിച്ചെടുത്ത സങ്കര ഇനങ്ങൾ നാടൻ ഫലവൃക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന കാലഘട്ടത്തിലാണ് MG സർവകലാശാല ക്യാമ്പസിനെ ജൈവ വൈവിധ്യ ക്യാമ്പസായി ഉയർത്തുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിലെ 5.5 ഏക്കർ സ്ഥലത്താണ് മാതൃകാ നാട്ടുഫല വൃക്ഷത്തോട്ടം തയ്യാറാക്കുക. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ചെമ്പരത്തി വരിക്കത്തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും അധികം ആശയോൽപാദനവും നടത്തുന്ന സർവകലാശാല ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്ന ആദ്യത്തെ സർവകലാശാലയായി MG യൂണിവേഴ്സിറ്റി മാറണം. അത് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ സന്ദേശം. കേരളത്തിന്റേതായ എല്ലാവിധ നാടൻ ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തി സംരക്ഷിക്കുന്നതാണ് പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജൈവ വൈവിധ്യ പാർക്ക് സ്ഥാപിക്കും. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ജൈവ സാക്ഷരതാ പ്രവർത്തനങ്ങളും സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടത്തും. MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ രാജൻ ഗുരുക്കൽ, സംസ്കൃത സർവകലാശാല VC ഡോക്ടർ MC ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.